Hi students, the next topic dynamic memory allocation in C. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇത് ലാസ്റ്റ് നമ്മൾ ചാപ്റ്ററാണ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചിലപ്പോഴൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. മെമ്മറി അലോക്കേഷൻ ഡൈനാമിക്കലി എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ട്. ഓക്കെ, ഈ ഡൈനാമിക് എന്ന് പറഞ്ഞാൽ റൺ ടൈമിൽ മെമ്മറി അലോക്കേഷൻ എങ്ങനെ നടത്താം എന്നതാണ് ഇതിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇത് ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ, വളരെ എൻലാർജ് ആയിട്ടൊന്നും പഠിക്കേണ്ട. അതൊക്കെ ഡാറ്റ സ്ട്രക്ചർ യൂസിങ് സിയിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ് ഇവിടെ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഇൻ സി. സിയിൽ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ നടത്തുന്നത് 4 ബിൽറ്റ് ഇൻ ഫങ്ഷൻ ഉപയോഗിച്ചിട്ടാണ്. ദ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആർ എം അലോക്ക്, സി അലോക്ക്, ഫ്രീ ആൻഡ് റീ അലോക്ക്. റീ കഴിഞ്ഞിട്ട് സ്പേസ് ഒന്നുമില്ല, ഒറ്റൊരു വേർഡാണ്. അപ്പോൾ ഈ 4 ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷനും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, since C is a structured language, it has some fixed rules for programming. One of it includes changing the size of an array. An array is a collection of items stored at continuous memory locations. നമുക്കറിയാം, അറേ നമ്മൾ ഇതുവരെ ഉപയോഗിച്ചത് ഒരു ഫിക്സഡ് സൈസ് ആദ്യമേ എന്ത് ചെയ്യും, ഡിക്ലെയർ ചെയ്ത് വെക്കും. ഇത്ര മെമ്മറി ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ ഈ ഒരു അറേക്ക് വേണം. അതുപോലെ തന്നെ എല്ലാ ഡാറ്റ ടൈപ്പിനും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഫിക്സഡ് മെമ്മറിയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ആദ്യം തന്നെ ഓൾറെഡി അലോക്കേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ബട്ട് നമ്മളിപ്പോൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് ഈ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു സൈസിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതിൻ്റെ സൈസ് അല്ലെങ്കിൽ മെമ്മറി അലോക്കേഷൻ, മെമ്മറി യൂസ് ചെയ്യുന്ന മെമ്മറി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആവശ്യ അനുസരണം നമുക്ക് മെമ്മറീനെ കൂടുതലായിട്ട് മെമ്മറി ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്ന സമയത്ത് കൂടുതലായിട്ട് ഉപയോഗിക്കാനും, കുറച്ച് മെമ്മറി ആവശ്യമുള്ള സമയത്ത് ആ കുറച്ച് മെമ്മറി മാത്രം ഉപയോഗിക്കാനും, അവിടെ വേസ്റ്റേജ് ഓഫ് മെമ്മറി വരാതിരിക്കാനും ഒക്കെ നമുക്ക് ഈ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, നിങ്ങൾക്കിവിടെ ഒരു ഫിക്സഡ് അറേ കാണാം. ഇതിൻ്റെ അറേ ലെങ്ത് എന്ന് പറയുന്നത് 9 ആണ്. ഓക്കെ, മാക്സിമം 9 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഫിക്സഡ് അറേ ആണ്. അറേയുടെ ഒരു മെമ്മറി ആണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. അതിൻ്റെ അറേ ലെങ്ത് 9 ആണ്. ഫസ്റ്റ് ഇൻഡെക്സ് ഈസ് 0, ലാസ്റ്റ് ഇൻഡെക്സ് ഈസ് 8. അപ്പോൾ ആസ് ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ദ ലെങ്ത് ഓർ സൈസ് ഓഫ് ദ അറേ ഈസ് 9. ബട്ട് വാട്ട് ഇഫ് ദർ ഈസ് എ റിക്വയർമെൻറ്റ് ടു ചേഞ്ച് ദിസ് സൈസ് ഓർ ലെങ്ത്? അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ സൈസ് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെന്ന് വിചാരിക്കാം. നമുക്ക് സപ്പോസ് ഇഫ് ദർ ഈസ് എ സിറ്റുവേഷൻ വെർ ഓൺലി 5 എലമെൻറ്റ്സ് ആർ നീഡഡ് ടു ബി എൻറ്റേർഡ് ഇൻ ദിസ് അറേ. ഇൻ ദിസ് കേസ് ദ റിമൈനിങ് 4 ഇൻഡെക്സസ് ആർ ജസ്റ്റ് വേസ്റ്റിംഗ് മെമ്മറി ഇൻ ദിസ് അറേ. സോ ദർ ഈസ് എ റിക്വയർമെൻറ്റ് ടു ലെസൺ ദ ലെങ്ത് ഓഫ് ദി അറേ ഫ്രം 9 to 5. അപ്പോൾ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരികയാണ്. ഒരു അറേ ഉണ്ട്, അതിനകത്ത് 9 ആണ് അതിൻ്റെ ലെങ്ത്, അറേ ലെങ്ത് 9 ആണ്. ബട്ട് നമുക്ക് 5 എലമെൻറ്റ്സ് മാത്രമേ ആ അറേൻ്റെ അകത്ത് എൻറ്റർ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള 4 മെമ്മറി അലോക്കേഷൻ എന്താണ്, വേസ്റ്റിംഗ് ഓഫ് മെമ്മറിയാണ്. അപ്പോൾ ആ ഒരു 4 മെമ്മറിനെ നമുക്ക് ഒഴിവാക്കണം. എങ്കിൽ ഈ ഒരു ഫിക്സഡ് അറേൻ്റെ കേസിൽ നമുക്ക് നടക്കുന്നൊരു കാര്യമല്ല അത്. 4 ബ്ലോക്സ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇല്ലാതാക്കണം. വെറുതെ വേസ്റ്റിംഗ് ഓഫ് മെമ്മറിയാണ്, അല്ലേ? അപ്പോൾ അതിനെ റിലീസ് ചെയ്യാമെന്ന് പറയുന്നത് ഒരു ഫിക്സഡ് അറേൻ്റെ കേസിൽ നടക്കാൻ സാധിക്കാത്തൊരു കേസാണ്. ബട്ട് അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകാം. പിന്നെ അനദർ സിറ്റുവേഷൻ, ടേക്ക് അനദർ സിറ്റുവേഷൻ. ഇൻ ദിസ് ദർ ഈസ് എൻ അറേ ഓഫ് 9 എലമെൻറ്റ്സ് വിത്ത് ഓൾ 9 ഇൻഡിസസ് ഫിൽഡ്, കംപ്ലീറ്റായി ഫില്ലായി അറേ. ബട്ട് ദർ ഈസ് എ നീഡ് ടു എൻ്റർ 3 more എലമെൻറ്റ്സ് ഇൻ ദിസ് അറേ. ഒരു 3 എലമെൻറ്റും കൂടി എക്സ്ട്രാ നമുക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. In this case 3 indices more are required, so the length of the array needs to be changed from 9 to 12. അപ്പോൾ ഈ ഒരു അറേയുടെ സൈസ് നമുക്ക് 9 മതിയാവില്ല, അതിനേക്കാൾ കൂടുതൽ ഒരു 3 more എലമെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ അകത്ത്
എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അറേയുടെ സൈസ് ഉണ്ടോ അവിടെ ഇല്ല. അപ്പോൾ നമുക്ക് അറേയുടെ സൈസ് അവിടെ കൂടുതലായിട്ട് പെട്ടെന്ന് ആവശ്യമായിട്ട് വരികയാണ് അല്ലേ, ഒരു അറേയുടെ സൈസ് ഒന്ന് കൂടുതലാക്കണം. ഒരു ഫിക്സഡ് അറേൻ്റെ കേസ് നമുക്കത് പോസിബിൾ അല്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡൈനാമിക് അറേസ് ഇറ്റ് ഇസ് പോസിബിൾ. പ്രീവിയസ് സ്ലൈഡിൽ നമ്മൾ 2 സിറ്റുവേഷൻസ് ഫേസ് ചെയ്തു. ഓക്കെ, ഓർമ്മയില്ലേ 2 സിറ്റുവേഷൻസ്? ഒന്ന് നമുക്ക് വേസ്റ്റേജ് ഓഫ് മെമ്മറി വരുന്നൊരു സിറ്റുവേഷനും മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ മെമ്മറി ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു സിറ്റുവേഷനാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഫിക്സഡ് അറേൻ്റെ കേസിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് ദിസ് പ്രൊസീജിയർ ഈസ് റെഫേർഡ് ടു ആസ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഇൻ സി. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ സിയിലുള്ള ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ 2 സിറ്റുവേഷൻ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. Therefore, C dynamic memory allocation can be defined as a procedure in which the size of a data structure like array പോലത്തെ ഡാറ്റ സ്ട്രക്ചറിൻ്റെ സൈസ് ഈസ് ചേഞ്ച്ഡ് ഡ്യൂറിങ് ദി റൺ ടൈം. റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഓരോന്ന് ഫേസ് ചെയ്യേണ്ടി വരും അല്ലേ. ആ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അറേയുടെ സൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാണെങ്കിൽ കുറക്കാൻ പറ്റും, അറേയുടെ സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാൻ പറ്റും, ഓൾറെഡി ഉള്ളത് റിലീസ് ചെയ്യാൻ പറ്റും, ആവശ്യമില്ലാത്തതൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, I think you all are clear about this idea, dynamic memory allocation. C provides some functions to achieve these tasks. There are 4 library functions provided by C defined under stdlib.h header file to facilitate dynamic memory allocation in C programming. അപ്പം നമ്മൾ ഈ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ്റെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും നിങ്ങളുടെ ഹെഡർ ഫയലിൻ്റെ ആ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. എന്താണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ഏത് ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം, stdlib.h എന്ന് പറയുന്ന ഹെഡർ ഫയൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ stdlib.h എന്ന് പറയുന്ന ഹെഡർ ഫയലിൻ്റെ അകത്തുള്ള ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഡൈനാമിക് മെമ്മറി അലോക്കേഷന് നമ്മളെ സഹായിക്കുന്ന ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഏതൊക്കെയാണ്? malloc, calloc, free and realloc. The first one is malloc method. malloc or memory allocation ആണ് അതിൻ്റെ ഫുൾ നെയിം. malloc എന്ന് പറയുന്നത് malloc stand for memory allocation method in C is used to dynamically allocate a single large block of memory. അതാണ് ഇമ്പോർട്ടൻറ്റ്. malloc-ഉം ഇനി നെക്സ്റ്റ് നമുക്ക് calloc-ഉം പഠിക്കാനുണ്ട്. രണ്ടും മെമ്മറി അലോക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ദർ ഈസ് എ സ്മോൾ ഡിഫറൻസ് ബിറ്റ്വീൻ malloc ആൻഡ് calloc. ഓക്കെ, അപ്പോൾ ഈ malloc ഈസ് യൂസ്ഡ് ടു ഡൈനാമിക്കലി അലോക്കേറ്റ് എ സിംഗിൾ ലാർജ് ബ്ലോക്ക് ഓഫ് മെമ്മറി വിത്ത് ദ സ്പെസിഫൈഡ് സൈസ്. ഇറ്റ് റിട്ടേൺസ് എ പോയിന്റർ ഓഫ് ടൈപ്പ് void. അപ്പോൾ ഈ malloc റിട്ടേൺ ചെയ്യുന്നത് എന്താണ്? ഇറ്റ് റിട്ടേൺസ് എ പോയിന്റർ, ഒരു പോയിന്ററാണ് റിട്ടേൺ ചെയ്യുന്നത് ഓഫ് ടൈപ്പ്. അതിൻ്റെ ടൈപ്പ് എന്താണ്? void ആണ്. അത് പ്രത്യേകിച്ച് ഒന്നിനെ പോയിന്റ് ചെയ്യുന്നില്ല എന്നാണ് സൂചിപ്പിക്കുന്നത് void, which can be cast into a pointer of any form. അപ്പോൾ void ആണ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. ബട്ട് ആ voidനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാസ്റ്റ് ചെയ്യാൻ പറ്റും. വേറെ പോയിന്റർ ഫോമിലേക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റും. വേറെ പോയിന്റർ ഫോമിലേക്ക് കാസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വേറൊരു ഇൻറ്റിജർ പോയിന്ററിലേക്കോ അല്ലെങ്കിൽ ഒരു ഫ്ലോട്ട് പോയിന്ററിലേക്കോ ഒക്കെ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഇനീഷ്യലൈസസ് ഈച്ച് ബ്ലോക്ക് വിത്ത് ഡിഫോൾട്ട് ഗാർബേജ് വാല്യൂ. അപ്പോൾ അതിൻ്റെ നമ്മളിപ്പോൾ ഒരു malloc ഉപയോഗിച്ചിട്ട് ഒരു ലാർജ് ബ്ലോക്ക് ഓഫ് മെമ്മറി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇനീഷ്യലൈസ് ചെയ്യുന്നത് ഗാർബേജ് വാല്യൂ ആണ് ഉണ്ടാവുക. ഡിഫോൾട്ടായിട്ട് ഏതോ അൺനോൺ വാല്യൂസ് ആണ് അതിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ malloc-ൻ്റെ സിൻടാക്സ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സിൻടാക്സ് എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ നോക്കാം. ptr it is a pointer. Okay, ptr then cast type star within the bracket with the parenthesisനുള്ളിലാണ് കാസ്റ്റ് ടൈപ്പ് സ്റ്റാറും. ദെൻ malloc ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് malloc-ൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ബൈറ്റ് സൈസാണ് ഉപയോഗിക്കുന്നത്. ദെൻ സെമിക്കോളൻ നിർബന്ധമാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കാം. ptr. അപ്പോൾ ഈ ptr നമ്മൾ എന്തായിട്ടായിരിക്കും ഡിക്ലെയർ ചെയ്തിട്ട് ഉണ്ടാവുക? ഇൻറ്റീജർ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തത്. ബിക്കോസ് ഇവിടെ കാസ്റ്റ് ടൈപ്പ് ഇൻ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻറ്റ് സ്റ്റാർ ദാറ്റ് ഈസ് ദ കാസ്റ്റ് ടൈപ്പ്. കാസ്റ്റിംഗ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. കാസ്റ്റ് ടൈപ്പ് ഇൻറ്റ് സ്റ്റാർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ malloc ഫംഗ്ഷൻ എന്താണോ റിട്ടേൺ ചെയ്യുന്നത്, malloc ഫംഗ്ഷൻ റിട്ടേൺസ് void. അപ്പോൾ ആ void പോയിന്ററിനെ എങ്ങോട്ടേക്കാണ് ഇത് കാസ്റ്റ് ചെയ്യുന്നത്? ഒരു ഇൻറ്റിജർ പോയിന്ററിലേക്കാണ് കാസ്റ്റ് ചെയ്യുന്നത്. സോ ഇത് ഈ ptr എന്ന് പറയുന്ന പോയിന്റർ പോയിന്റ്സ് ടു എൻ ഇൻറ്റിജർ മെമ്മറി അലോക്കേഷനെയാണ് എന്ത് ചെയ്യുന്നത്? പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബൈറ്റ് സൈസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്
സൈസ് ഓഫ് ഇൻറ്റ്, സൈസ് ഓഫ് എന്ന് പറയുന്നത് എന്താണ്, ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്. സൈസ് ഓഫ് ഇൻറ്റ് എന്ന് പറയുന്നത് ഇൻറ്റിൻ്റെ സൈസ്. ഇൻറ്റിൻ്റെ സൈസ് നമ്മൾ പഠിച്ചിട്ടുള്ളത് 2 bytes ഓഫ് മെമ്മറി എന്നാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ മോഡേൺ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൊക്കെ ഇൻറ്റ് 4 bytes ഓഫ് മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഞാൻ 4 bytes എന്നാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സിൻസ് ദ സൈസ് ഓഫ് ഇൻറ്റ് ഈസ് 4 bytes, ദി സ്റ്റേറ്റ്മെൻറ്റ് വിൽ അലോക്കേറ്റ്. അപ്പോൾ ഇൻറ്റിൻ്റെ സൈസ് 4 byte ആണെങ്കിൽ സൈസ് ഓഫ് ഇൻറ്റ് എന്താണ് റിട്ടേൺ ചെയ്യുക, സൈസ് ഓഫ് ഇൻറ്റ് വിൽ റിട്ടേൺ ഫോർ. ഇഫ് എ സ്പേസ് ഈസ് ഇൻസഫിഷ്യൻറ്റ്, അലോക്കേഷൻ ഫെയിൽസ് ആൻഡ് റിട്ടേൺസ് എ നൾ പോയിൻ്റർ. അപ്പോൾ നേരത്തെ ഞാനൊരു എക്സാമ്പിൾ പ്രകാരം 400 bytes ഓഫ് മെമ്മറിയാണ് അലോക്കേറ്റ് ചെയ്തത്. അങ്ങനെ ഒരു 400 bytes ഓഫ് മെമ്മറി അലോക്കേഷൻ ചെയ്യാൻ ഇല്ലെങ്കിൽ ഈ PTR എന്ന് പറയുന്ന പോയിൻ്റർ എന്താണ് നമുക്ക് റിട്ടേൺ ചെയ്യാം, അല്ലെങ്കിൽ malloc ഫംഗ്ഷൻ വിൽ റിട്ടേൺ. malloc ഫംഗ്ഷൻ എന്താണ് റിട്ടേൺ ചെയ്യുക, നമുക്ക് നൾ പോയിൻ്റർ, നള്ളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പിക്ചോറൽ റെപ്രസെൻറ്റേഷൻ്റെ അകത്ത് malloc എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നാണ് കാണിച്ചിട്ടുള്ളത്. int star ptr means ptr is a pointer variable of type integer that assignment operator int star in parenthesis. int star means cast type ആണ്. അപ്പോൾ malloc എന്താ റിട്ടേൺ ചെയ്യുക, ദ ഫംഗ്ഷൻ malloc റിട്ടേൺ വോയിഡ് അല്ലേ. ആ വോയിഡിനെ നമുക്ക് ഏതിലേക്കാണോ, ഏത് പോയിൻ്റർ ടൈപ്പിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ malloc പാരന്തസിസിൽ എന്താണത് 5 ഇൻറ്റു സൈസ് ഓഫ് ഇൻറ്റ്. സൈസ് ഓഫ് ഇൻറ്റ് 4 ആണെങ്കിൽ 4 × 5 ദാറ്റ് ഇസ് 20. അപ്പോൾ 20 bytes ഓഫ് മെമ്മറീനെയാണ് PTR എന്ത് ചെയ്യുന്നത്, പോയിന്റ് ചെയ്യുന്നത്. എ ലാർജ് 20 bytes, വലിയൊരു ബ്ലോക്ക് ഓഫ് മെമ്മറീനെയാണ് എന്ത് ചെയ്യുന്നത്, malloc പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഫംഗ്ഷൻ ഈസ് calloc. calloc or contiguous allocation. Contiguous allocation means continuous memory. Okay, method in C is used to dynamically allocate the specified number of blocks of memory of the specified type. ഓക്കെ, അപ്പോൾ ഇവിടെ വളരെ വലിയൊരു ബ്ലോക്ക് ഓഫ് മെമ്മറി അല്ല കംപ്ലീറ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യുന്നത് malloc-നെ പോലെ. ഇവിടെ എന്താണ്, സ്പെസിഫൈഡ് നമ്പർ ഓഫ് ബ്ലോക്സ് ഓഫ് മെമ്മറിയാണ്. ഓരോ സ്പെസിഫൈഡ് നമ്പർ, എത്ര നമ്പർ ബ്ലോക്സ് ഓഫ് മെമ്മറി വേണം, ആ അത്രയും നമ്പറുള്ള ബ്ലോക്സ് ഓഫ് മെമ്മറി ആയിരിക്കും ഉണ്ടാവുക. ഓരോ ബ്ലോക്കും എന്തായിരിക്കും, നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ള സൈസ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ഇതിലാണ് വരിക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് നമുക്ക് ഇത് ഫസ്റ്റിൽ ഇങ്ങനെ ഒരു calloc ഉപയോഗിച്ചിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇനീഷ്യലൈസസ് ഈച്ച് ബ്ലോക്ക് വിത്ത് എ ഡിഫോൾട്ട് വാല്യൂ 0. malloc-ൽ എന്താ ഉണ്ടാവുക, ഗാർബേജ് വാല്യൂ ആണ് ഉണ്ടാവുക, അൺനോൺ വാല്യൂസ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് calloc ഇറ്റ് ഇനീഷ്യലൈസസ്, ഈ ഒരു അലോക്കേഷൻ നടന്ന ഉടനെ തന്നെ ഇറ്റ് ഇനീഷ്യലൈസസ് ഈച്ച് ബ്ലോക്ക് വിത്ത് എ ഡിഫോൾട്ട് വാല്യൂ 0. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് നോക്കാം. സിൻടാക്സ് PTR അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ കാസ്റ്റ് ടൈപ്പ് സ്റ്റാർ calloc. അപ്പോൾ calloc-ൻ്റെയും malloc-ൻ്റെയും സിൻടാക്സ് തമ്മിലുള്ള ഡിഫറൻസ് calloc ഓഫ് n, എലമെൻറ്റ് സൈസ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബ്ലോക്സ് ആണ്. ദെൻ എലമെൻറ്റ് സൈസ് നമുക്ക് സൈസ് ഓഫ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് സ്പെസിഫൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ PTR അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഫ്ലോട്ട് സ്റ്റാർ, ദാറ്റ് ഇസ് ദ കാസ്റ്റ് ടൈപ്പ് calloc. ഓക്കെ, calloc 25, സൈസ് ഓഫ് ഫ്ലോട്ട്. അപ്പോൾ ഫ്ലോട്ടിൻ്റെ സൈസ് എന്താണോ അപ്പോൾ അതിനനുസരിച്ചിട്ട് എത്ര ബ്ലോക്കാണ് അവിടെ ക്രിയേറ്റഡ് ആകുന്നത്, 25 ബ്ലോക്സ് ഓർ 25 എലമെൻറ്റ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഓരോ ബ്ലോക്കിൻ്റെയും സൈസ് എന്ന് പറയുന്നത് ഫ്ലോട്ടിൻ്റെ സൈസ് ആയിരിക്കും. ഓക്കെ, ബട്ട് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് അലോക്കേറ്റ്സ് കോണ്ടിഗ്യൂസ് സ്പേസ് ഇൻ മെമ്മറി ഫോർ 25 എലമെൻറ്റ്സ് ഈച്ച് വിത്ത് ദ സൈസ് ഓഫ് ദി ഫ്ലോട്ട്. അപ്പോൾ malloc-ഉം calloc-ഉം തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ malloc-ൻ്റെ അകത്ത് ഒരു ലാർജ് ബ്ലോക്ക് ഓഫ് മെമ്മറി സൈസാണ് എന്ത് ചെയ്യുന്നത്, അലോക്കേഷൻ നടക്കുന്നത്. ആ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. ബട്ട് ഇൻ ദ കേസ് ഓഫ് calloc എ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ബ്ലോക്സ് ഓഫ് മെമ്മറി ഓഫ് ദ സ്പെസിഫൈഡ് ടൈപ്പ് ആണ് എന്ത് ചെയ്യുന്നത്, അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ calloc-ൻ്റെ പാരന്തസിസിൻ്റെ അകത്ത് കാണാം, ഫംഗ്ഷൻ പാരന്തസിസ് കാണാം 25, ദാറ്റ് ഇസ് ദ നമ്പർ ഓഫ് ബ്ലോക്സ്. ദെൻ സൈസ് ഓഫ് ഫ്ലോട്ട് ഏതാണോ, ഏത് സൈസിലാണോ നിങ്ങൾക്ക് ഓരോ ബ്ലോക്കും വേണ്ടതെന്ന് വെച്ചാൽ അത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ calloc-ൻ്റെ പിക്ചോറൽ റെപ്രസെൻറ്റേഷനാണ് ഈ സ്ലൈഡിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ സിൻടാക്സ് ഉണ്ട്, int star PTR, that is PTR is a pointer variable of type int, that is PTR is a pointer integer pointer variable. Okay, then int star in parenthesis which indicates the cast type, ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. calloc 5, സൈസ് ഓഫ് ഇൻറ്റ്. അപ്പോൾ സൈസ് ഓഫ് ഇൻറ്റ് നമ്മൾ ഇൻറ്റിജറിൻ്റെ സൈസ് 4 bytes ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് 20 bytes ഓഫ് മെമ്മറിയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഡെവലപ്ഡ് ആവുന്നത്. അപ്പോൾ 20 bytes ഓഫ് മെമ്മറി ഡെവലപ്ഡ് ആവുന്നത് എങ്ങനെയാണ്,
5 ബ്ലോക്സ്, കാരണം 5 അവിടെ കോമ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, 5 കോമ അല്ലേ. അപ്പോൾ 5 ബ്ലോക്സ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ടോട്ടൽ 20 ബൈറ്റ്സ് ഓഫ് മെമ്മറിയാണ്, ബട്ട് 5 ബ്ലോക്സ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈച്ച് ബ്ലോക്ക് സൈസ് ഈസ് 4 ബൈറ്റ്സ്. ഓക്കെ, ഇഫ് സ്പേസ് ഈസ് ഇൻസഫിഷ്യൻറ്റ്, സ്പേസ് അവിടെ ഒരു പുതിയൊരു ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള സ്പേസ് അവിടെ ഇല്ലെങ്കിൽ അലോക്കേഷൻ ഫെയിൽസ് ആൻഡ് റിട്ടേൺസ് നൾ പോയിന്റർ. അപ്പോൾ സി അലോക്ക് എന്തായിരിക്കും റിട്ടേൺ ചെയ്യുക? നള്ളാണ് റിട്ടേൺ ചെയ്യുക. അവിടെ സ്പേസ് ഒന്നും ഇല്ലെങ്കിൽ, ദർ ഇസ് നോ space for allocating memory. Then the next method is free method. Free method in C is used to dynamically deallocate the memory. മെമ്മറി ആവശ്യമില്ലാത്തൊരു സമയത്ത് ആ ഓൾറെഡി അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മെമ്മറീനെ നമുക്ക് റിലീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ് ഫ്രീ മെത്തേഡ്. The memory allocated using functions malloc and calloc is not deallocated on their own. അപ്പോൾ malloc-ഉം calloc-ഉം ഉപയോഗിച്ചിട്ട് മെമ്മറി അലോക്കേഷനെ നടത്താൻ പറ്റും. അല്ലാതെ malloc-നും calloc-നും ഓൾറെഡി അവർ അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മെമ്മറീനെ ഡി അലോക്കേറ്റ് ചെയ്യാനുള്ള മാർഗ്ഗമില്ല. അപ്പോൾ അങ്ങനെ malloc-ഉം calloc-ഉം ഉണ്ടാക്കി വെച്ചിട്ടുള്ള മെമ്മറീനെ ഡി അലോക്കേറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ വി മസ്റ്റ് യൂസ് ദ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഫ്രീ. Hence, the free method is used whenever the dynamic memory allocation takes place. It helps to reduce wastage of memory by freeing it. ആവശ്യമില്ലെങ്കിൽ മെമ്മറി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രീ മെത്തേഡ് കോൾ ചെയ്യുന്നത്. സോ നമുക്ക് വേസ്റ്റേജ് ഓഫ് മെമ്മറി വേസ്റ്റേജ് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു പിക്ചറിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് പിന്നെ calloc ഉപയോഗിച്ചിട്ട് ഒരു 5 ബ്ലോക്സ് ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത്. ഏത് ഓപ്പറേഷനാണ്? ഫ്രീ PTR എന്ന് പറയുന്ന ഓപ്പറേഷൻ നമ്മൾ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? ദ മെമ്മറി ഓഫ് PTR ഈസ് റിലീസ്ഡ്. ദ സിൻടാക്സ് ഓഫ് ഫ്രീ മെത്തേഡ് ഈസ് ഫ്രീ. ജസ്റ്റ് ആ ഒരു പോയിന്റ് PTR പോയിന്റ് ചെയ്യുന്ന മെമ്മറീനെ അതെന്ത് ചെയ്യുന്നു? ഫ്രീ ചെയ്യുന്നു. ഓക്കെ, then the next dynamic memory allocation function is realloc method. Realloc means reallocation method in C is used to dynamically change the memory allocation of a previously allocated memory. In other words, if the memory previously allocated with the help of malloc or calloc is insufficient, realloc can be used to dynamically reallocate memory. അപ്പോൾ നമ്മൾ ഈ malloc ഉപയോഗിച്ചിട്ടും ഉപയോഗിച്ചിട്ടും നമ്മൾ കുറേ മെമ്മറി അലോക്കേഷൻ നടത്തിയിട്ടുണ്ട്. ബട്ട് അതും ഇൻസഫിഷ്യൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീണ്ടും അതിനോടൊപ്പം ഒരു മെമ്മറി ലൊക്കേഷൻ കൂട്ടിച്ചേർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് realloc എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, realloc can be used to dynamically reallocate memory. Reallocation of memory maintains the already present value. Reallocation ഉപയോഗിച്ചുകൊണ്ട് ഓൾറെഡി ഉണ്ടായിരുന്നുള്ള വാല്യൂസ് ഒന്നും നഷ്ടപ്പെടില്ല. ഓൾറെഡി ഉണ്ടായിരുന്ന മെമ്മറി അതേപോലെ ഉണ്ടാവും, മെമ്മറിയിലെ വാല്യൂം അതുപോലെ ഉണ്ടാവും. ആൻഡ് ന്യൂ ബ്ലോക്സ് വിൽ ബി ഇനീഷ്യലൈസ്ഡ് വിത്ത് ഡിഫോൾട്ട് ഗാർബേജ് വാല്യൂ. ന്യൂ ബ്ലോക്സ് എന്ത് ചെയ്യും? ഉണ്ടാവും. അതിനോടൊപ്പം ആ പ്രസൻറ്റ് ബ്ലോക്സിനോടൊപ്പം തന്നെ ന്യൂ ബ്ലോക്സും ഉണ്ടാവും. ആ ന്യൂ ബ്ലോക്സിൻ്റെ അകത്ത് ഗാർബേജ് വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ റീഅലോക്കിൻ്റെ സിൻടാക്സ് നമുക്ക് നോക്കാം. സിൻടാക്സ് PTR അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, റീലോക്ക് PTR, ന്യൂ സൈസ്. അപ്പോൾ ഇവിടെ PTR എന്ന് ഉദ്ദേശിക്കുന്നത് നേരത്തെ PTR ഏതോ ഒരു മെമ്മറി ബ്ലോക്സിനെ പോയിന്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ന്യൂ സൈസ്. PTR ഈസ് റീഅലോക്കേറ്റഡ് വിത്ത് ന്യൂ സൈസ്. ആ പുതിയൊരു സൈസ് നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്യുന്ന സൈസ് വെച്ചിട്ട് വീണ്ടും അവിടെ റീഅലോക്കേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. റീഅലോക്കേഷൻ എങ്ങനെ നടത്തുന്നു എന്നതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ് ഈ സ്ലൈഡിലുള്ളത്. malloc ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു 20 ബൈറ്റ്സ് ഓഫ് മെമ്മറി അവിടെ അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ realloc എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് PTR പോയിന്റ് ചെയ്യുന്ന എന്തിനാണ്? 20 ബൈറ്റ്സ് ഓഫ് മെമ്മറിയാണ്. അതിനോടൊപ്പം ന്യൂ സൈസ് എന്താണ്? 10 ഇൻറ്റു സൈസ് ഓഫ് ഇൻറ്റ്. ദാറ്റ് ഇസ് അവിടെ ഇൻറ്റിജറിൻ്റെ 4 ബൈറ്റ്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 10 ഇൻറ്റു 4 എന്ന് പറയുന്നത് നമുക്ക് 40 ബൈറ്റ്സ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര വരും? 40 ബൈറ്റ്സ് ഓഫ് മെമ്മറി. പുതിയൊരു 40 ബൈറ്റ്സ് ഓഫ് മെമ്മറിയാണ് അവിടെ ഉണ്ടാകുന്നത്. ബട്ട് ഓൾറെഡി PTR പോയിന്റ് ചെയ്യുന്ന 20 ബൈറ്റ്സ് ഉണ്ടാവും. അതിനകത്തുള്ള വാല്യൂസും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ അവിടെ പ്രസൻ്റ് ആയിരിക്കും. ബാക്കിയുള്ള ബ്ലോക്സിൽ നമ്മൾ എന്താണ്? ഗാർബേജ് വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ടോട്ടൽ 40 ബൈറ്റ്സ് ഓഫ് മെമ്മറി അവിടെ അലോക്കേറ്റഡ് ആവും.
ഇഫ് സ്പേസ് ഈസ് ഇൻസഫിഷ്യൻറ്റ് അലോക്കേഷൻ ഫെയിൽസ് ആൻഡ് റിട്ടേൺസ് എ നൾ പോയിൻ്റർ. അപ്പോൾ നമ്മൾ വീണ്ടും ഈ റീഅലോക്കേഷൻ ഉപയോഗിച്ചിട്ട് മെമ്മറി വീണ്ടും അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സഫിഷ്യൻറ്റ് മെമ്മറി ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പോയിൻ്റ് നമുക്ക് റിട്ടേൺ ചെയ്യാം, നൾ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ള എംഅലോക്കും സിഅലോക്കും ഫ്രീയും റീ അലോക്കൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പ്രോഗ്രാം ഞാൻ നിങ്ങൾക്ക് പിന്നീട് സെൻഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇതുവരെയുള്ള ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കും, ഇതിൻ്റെ സിൻടാക്സും കാര്യങ്ങളൊക്കെ പഠിക്കാം. ഇവിടെ നമ്മുടെ ഈ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ശരിക്കും ആക്ച്വലി ഫിനിഷ്ഡ് ആയിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ ഫങ്ഷൻസ് ഒന്നുകൂടെ എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അത് ഞാൻ എടുക്കും. ഓക്കെ, പിന്നീട് എടുക്കുന്നതായിരിക്കും.